എന്താടാ ആലോചിച്ചിരിക്കുന്നത്? നീ ആരെപ്പറ്റി ആലോചിക്കുന്നത്? ഞാൻ ആരെപ്പറ്റി ആലോചിച്ചൊന്നുമില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനാമികയായിട്ടുള്ള നിന്റെ ബന്ധം പിരിയാത്തത് കൊണ്ടാ അവന്തിക മോളുമായിട്ടുള്ള നിശ്ചയം നടക്കാതിരുന്നത്. അടുത്ത കോടതി കൂടുമ്പോ നിനക്ക് ഡിവോഴ്സ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുടങ്ങിപ്പോയി നിന്റെ നിശ്ചയം ഞാൻ നടത്തും. നടത്തിക്കോ, പക്ഷെ അവളുടെ കയ്യിൽ മോതിരിടാനേ ഞാൻ ഉണ്ടാവില്ല. നിനക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അവളെ ഇങ്ങോട്ട് വിടുന്നത്. അവര് നിന്നെ അവളെ ഇന്ന് അകറ്റി നിർത്തല്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോ നിനക്ക് നാണമില്ലേടാ അവളുടെ പിന്നാലെ നടക്കാൻ? ഇല്ല, നാണം ഇല്ല. നീ ഈ വീട്ടിലെ പയ്യൻ തന്നെയാണോടാ? നിന്റെ മുത്തശ്ശന്റെ കൊച്ചുമോൻ തന്നെയാണോ? ഓ, അതമ്മ പോയി മുത്തശ്ശനോട് ചോദിക്കേ. എടാ, നിങ്ങൾ എല്ലാരും കൂടി കഴിഞ്ഞ ദിവസം ടൂറ് പോയില്ലേ? ആ നവീൻ അല്ലേടാ അത് അറേഞ്ച് ചെയ്തേ. അവൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോവാടാ. അതവൾക്ക് ഇഷ്ടമൊന്നുമല്ല. ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? എന്തുകൊണ്ട് നിന്നേക്കാളും യോഗ്യനാ നവീൻ. മിടുക്കനാ. അവനവന്റെ കഴിവുകൊണ്ടാ നമ്പർ 1 വക്കീലായത്. ആയിക്കോട്ടെ, എന്നെക്കാളും കഴിവുള്ളവനാണ് നവീൻ, അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി നവീൻ നന്ദുവിനെ കെട്ടുവാണെങ്കിൽ കെട്ടിക്കോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. അത് ശരി, പിന്നെ നീ നന്ദുവിനെ കെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നതോ? നന്ദുവിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിനെ എനിക്ക് വേണ്ട, അത്രേ ഞാൻ പറഞ്ഞോളൂ. എന്നുവെച്ചാ നവീനും നന്ദുവായിട്ടുള്ള കല്യാണം നടക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി പെണ്ണന്വേഷിച്ച് ഈ വീട്ടിലുള്ള ആരും നടക്കണ്ട. അപ്പൊ പിന്നെ എനിക്കൊരു മരുമോള് വേണ്ടടാ. അമ്മ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാ പല അമ്മമാരും കഴിയുന്നത്. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനൊക്കെ കുറച്ച് പാടാ. അതിന് നിനക്ക് ഇവിടെ പെണ്ണ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ മുന്നിൽ തന്നെയല്ലേ നിനക്കുള്ള പെണ്ണ്. എനിക്ക് അവളെ ആ രീതിയിലൊന്നും കാണാൻ പറ്റില്ല. ഞാൻ എന്റെ ജീവിതത്തില് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നന്ദുവാ. അനാമികയെ കല്യാണം കഴിക്കുമ്പോ പോലെ എന്റെ മനസ്സിൽ നന്ദുവായിരുന്നു. ആ സമയത്ത് 2 ചേച്ചിമാർക്ക് പിന്നാലെ അവളും കൂടി ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞ് എല്ലാരും കൂടി ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ടാ എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. ഇനി എന്തായാലും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാനില്ല.